നമ്മളിപ്പോൾ തൊടുപുഴയുള്ള മലങ്കര ഡാമിൻ്റെ മുന്നിലാണ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ സൈഡിലാണ് ഔദ്യോഗിക രഹസ്യങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര നിയമം ഉള്ളതിനാൽ ഇവിടെ ഫോട്ടോഗ്രാഫി കാര്യങ്ങളെല്ലാം നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തു നിന്നുള്ള കാഴ്ചകൾ എടുക്കാൻ പറ്റുന്നിടത്തോളം കാണിക്കാം. ബാക്കി പുറത്തു നിന്നുള്ള കാഴ്ചകളായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആദ്യം നമ്മൾ ഇന്നത്തെ ഈ ട്രിപ്പിൽ മലങ്കര ഡാമാണ് ആദ്യം കാണുന്നത്. ഞങ്ങൾ ആദ്യം എത്തിയത് ഡാമിൻ്റെ മുൻവശത്താണ്. പാലം കടന്ന് കുറച്ചുകൂടി മുന്നിലോട്ട് പോയി. ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ എൻട്രൻസ് ഇവിടെയല്ല എന്നറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരികെ വരികയാണ്. നേരെ വന്ന് പാലത്തിൻ്റെ മുൻവശത്ത് നിന്ന് ഡാമിൻ്റെ മുൻവശവും പവർ ഹൗസിൻ്റെ കാഴ്ചകളും കണ്ട ശേഷം നമുക്ക് മോൾ വശത്തേക്ക് പോകാം. ഈ കാണുന്നതാണ് മലങ്കര ഡാമിലെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. 2005 ഒക്ടോബർ 6 KSEBയുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് നിലവിൽ വന്നു. 840 ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ചിരിക്കുന്ന മലങ്കര പവർ ഹൗസിൽ 3.5 മെഗാവാട്ടിൻ്റെ 3 ടർബൈനുകൾ ഉപയോഗിച്ച് 10.5 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി ഞങ്ങൾ മലങ്കര ഡാമിൻ്റെ യഥാർത്ഥ എൻട്രൻസിലേക്ക് പോവുകയാണ്. ഉദ്ദേശം 1/2 കിലോമീറ്റർ അകലെയാണ് എൻട്രൻസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇദ്ദേഹം അജു എന്നാണ് പേര്. നമ്മുടെ കാട്ടാക്കടക്കാരനാണ്. ചൂണ്ടുവലയാണ് താമസം. ഇപ്പോൾ ഇവിടെ ഫാഷൻ ഡിസൈനിങ്ങോ അതോ ഗ്രാഫിക് ഡിസൈനറാണ്. തിരുവല്ലയാണ് 9 വർഷമായി താമസം. ഇവരെല്ലാം ഇവിടെ മലങ്കര ഡാം കണ്ടിട്ട് ഒരു നാട്ടുസ്നേഹം എന്ന് പറയുമ്പോൾ ഇതാണല്ലേ. നമ്മുടെ തിരുവനന്തപുരം ജില്ല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊരു അപ്പോൾ നാട്ടുസ്നേഹമാണ്. ഇവർ ഇന്ന് മലങ്കര ഡാമിൽ വന്നിട്ട് തിരിച്ച് ചെറുതോണി വന റൂട്ടിൽ തൊമ്മൻകുത്ത് വഴി ചെറുതോണിലേക്കുള്ള വനയാത്രയ്ക്ക് പോവുകയാണ്. ശരി എന്നാ, കണ്ടിട്ട് സന്തോഷം. എൻട്രൻസിൽ നിന്നും ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിച്ചാൽ ഗേറ്റിനുള്ളിൽ നിന്നും ഉദ്ദേശം 300 മീറ്റർ നടന്നാലാണ് മലങ്കര ഡാം ടോപ്പിലേക്കുള്ള ഗേറ്റിന് മുന്നിൽ എത്തുന്നത്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്ക് സമീപം മുട്ടം ഗ്രാമപഞ്ചായത്തിലെ മുട്ടത്ത് തൊടുപുഴയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ചെറിയ അണക്കെട്ടാണ് മലങ്കര ഡാം. മൂവാറ്റുപുഴ ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പെരിയാർ നദിയിൽ സ്ഥാപിച്ചിരിക്കുന്ന മൂലമറ്റം പവർ ഹൗസിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം പുറന്തള്ളുന്ന ജലം തടഞ്ഞു നിർത്തി ജലസേചനത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വൈദ്യുതി നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. 460 മീറ്റർ അഥവാ 1509 അടി നീളവും 23 മീറ്റർ അഥവാ 75 അടി ഉയരവും 6 സ്പിൽവേകളും ഉള്ള മലങ്കര ഡാമിൻ്റെ സ്പിൽവേ ശേഷി 1444.32 M3 ബാർ സെക്കൻഡ് ആണ്. ഈ ഗേറ്റിൽ നിന്നും അകത്തേക്ക് ക്യാമറ അലൗഡ് അല്ല. അതിനാൽ ബാക്കി ഈ പുറത്തുള്ള കാഴ്ചകളായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ശാന്തമായ ജലാശയത്തിനപ്പുറം ചെറു കാടാണ് കാണാൻ സാധിക്കുന്നത്. ശാന്തമായ ജലാശയമാണെങ്കിലും നല്ല നീന്തൽക്കാർക്ക് പോലും മലങ്കര ഡാമിൽ നീന്താൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്.
അങ്ങനെ ഉണ്ടായിരുന്നു. അടിപൊളി ഡാം, നല്ല ഒരു ഡാമാണ്. ഒരുപാട് സിനിമകളുടെ ലൊക്കേഷനായിട്ടുള്ള മലങ്കര ഡാമിലാണ് പൊറിഞ്ചു മറിയം ജോസ്, കമ്മട്ടിപ്പാടം, അയ്യപ്പനും കോശിയും എന്നീ സിനിമകളിലൂടെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് ഉയർന്നു വന്ന അനിൽ നെടുമങ്ങാട് എന്ന നടൻ മുങ്ങി മരിച്ചത്. 2020 ഡിസംബർ 25 ക്രിസ്തുമസ് ദിനത്തിൽ പീസ് എന്ന സിനിമയുടെ ഇടവേളയ്ക്കിടെ സുഹൃത്തുക്കളോടൊപ്പം മലങ്കര റിസർവോയറിൽ നീന്തുന്നതിനിടയിൽ കയത്തിൽപ്പെട്ട് മുങ്ങി മരിക്കുകയായിരുന്നു. അയ്യപ്പനും കോശിയും എന്ന ഹിറ്റ് ചിത്രത്തിലെ CI സതീഷ് കുമാർ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ അതുല്യ കലാകാരനായിരുന്ന അനിൽ നെടുമങ്ങാടിൻ്റെ ജീവശ്വാസം പേറി കാഴ്ചയിൽ ശാന്തമായി മലങ്കര ജലാശയം സ്ഥിതി ചെയ്യുന്നു. ഞങ്ങളുടെ നാട്ടുകാരനായ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നു. മലങ്കര ഡാമിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുമ്പോൾ 20 രൂപയാണ് ഒരാൾക്ക് പാസ്. കൊച്ചുകുട്ടികൾക്ക് പാസ് വേണ്ട. നമ്മളിപ്പോൾ 27ഓളം പേരുണ്ടായിരുന്നു, 7 പേരെ ഫ്രീ ആക്കി, 20 പേർക്ക് പാസ് എടുത്തുള്ളൂ. 20 രൂപയാണ് പാസ്. നമ്മൾ കയറി അകത്ത് വരുമ്പോൾ ഇവിടുന്ന് ഒരു 300 മീറ്റർ പോയാലാണ് നമ്മുടെ ഡാമിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മലങ്കര ഡാം, ഇവിടെ വിശാലമായിട്ടുള്ളൊരു പാർക്കുണ്ട്, കുട്ടികൾ കളിക്കാനും ഒരു ലാൻഡ്സ്കേപ്പ്, അവിടെ ബാത്റൂം സൗകര്യങ്ങളെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രൊമോഷന് വേണ്ടിയിട്ട് മലങ്കര ഡാമിൻ്റെ പ്രൊമോഷൻ കൂടെ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ആ ഓഫീസിലിരിക്കുന്ന ആളുമായിട്ട് തന്നെ സംസാരിക്കാം. ഇടുക്കി ചെറുതോണി കൊളമാവ് ഡാമിലെ വെള്ളം മൂലമറ്റം പവർ ഹൗസ് വർക്ക് ചെയ്താണ് ഈ ഡാമിൽ വരുന്നത്. ഇവിടെ നിന്നും ഇടത് കനാൽ കടുത്തുരുത്തി പിറവം 30 കിലോമീറ്ററോളമാണ് ഇടത് കനാൽ പോകുന്നത് വലുതായിട്ട്. അത് കഴിഞ്ഞ് ചെറിയ കനാൽ ഉപകനാലുകളായിട്ട് പോകുന്നു. വലത് കനാൽ അത് ഏകദേശം 30 കിലോമീറ്ററോളം പോകുന്നു. അതിനും ഉപകനാലുകളുണ്ട്. ഏകദേശം 350 കിലോമീറ്ററോളം ദൂരത്തോളം ഈ കനാൽ വഴി വെള്ളം പോകുന്നുണ്ട്. വേനൽക്കാലത്ത് ഈ ഡാമാണ് കേരളത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഏക ഡാം. ഇവിടെ നിന്നും 7 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന 3 ജനറേറ്ററുണ്ട്. ഒരേ സമയം 2 എണ്ണത്തിൽ കൂടുതൽ പ്രവർത്തിക്കില്ല. 4 ജില്ലയിലേക്ക് കുടിവെള്ളം ആയിട്ടാണ് അധികം ഇത് പോകുന്നത്. ഈ വെള്ളം പോയെങ്കിലാണ് തൊടുപുഴ ആറ്റിലും മൂവാറ്റുപുഴ ആറ്റിലുള്ള മോട്ടോർ പമ്പ് ഹൗസുകൾ വർക്ക് ചെയ്യുള്ളൂ. ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനും ടോയ്ലറ്റ് സൗകര്യം എല്ലാ സൗകര്യമുണ്ട്. കാരണം വേനൽക്ക് നിറഞ്ഞു കിടക്കണ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും സൗകര്യത്തിന് വന്നിരിക്കാവുന്ന മറ്റൊരു സ്ഥലവും കേരളത്തിലില്ല. ഇതിൻ്റെ നടപ്പാതയിലൂടെ ഒരു 1.5 കിലോമീറ്റർ ഇങ്ങനെ ടൈലിട്ടേക്കുവാണ്. അതിൽ നടന്ന് ഡാമിൻ്റെ സൈഡ് വഴി പോകാം. അനിൽ നെടുമങ്ങാട് സിനിമ നടൻ മരണപ്പെട്ട എവിടെയായിരുന്നു? അത് ആ ഡാമിൻ്റെ ഗേറ്റിൻ്റെ അടുത്താണ്. അവിടെ ഇറങ്ങി. ഓ, അത് ഇറങ്ങാൻ പാടില്ല, പക്ഷെ അവർ ഇറങ്ങി. ഏതായാലും പ്രത്യേകിച്ചൊരു കാര്യം പറയാം. ഇവിടെ എല്ലാം ഏത് ഡാമിൽ വരുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടുത്തെ ഇറങ്ങി കുളിക്കാൻ പാടില്ല. മാത്രമല്ല അവിടെ ഗൈഡുകളായിരുന്നാലും അവിടുത്തെ സെക്യൂരിറ്റി ആയിരുന്നാലും അവർ പറയുന്നത് അനുസരിക്കുക. അത് അവർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് പോകുന്നവരുടെ ഇടത്താവള ഇത്. രാവിലെ വരുന്നവർ ഇവിടെ വന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് ഇവിടെ ഇത് ഭക്ഷണമായിട്ട് വരുന്നവർക്കെല്ലാം ഇവിടെ സൗകര്യമുണ്ട്. നമുക്ക് അവിടെ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ കയറി വരുന്ന വാതിൽ മുതൽ ഇത് കണ്ടോ, വേറെ ഒരു ഡാമിലും ഇത്രയും ഒരു ബോർഡില്ല. വേസ്റ്റ് ഇടാൻ സ്ഥലമില്ലെങ്കിലും ആരും ഒരു വേസ്റ്റ് ഇടില്ല. ഈ ഡാം ഇവിടുത്തെ പ്രത്യേകത അതാ, ഇത്രയും ദൂരമുണ്ട്. ഏകദേശം 10-20 ഏക്കർ സ്ഥലം കിടക്കുന്ന ഈ ഏരിയയിൽ നിങ്ങൾ നോക്കിക്കോ. ഇന്ന് തന്നെ 300-400 പേര് വന്നുപോയി. ഒരു വേസ്റ്റ് കുപ്പിയോ അവരവരുടെ വേസ്റ്റ് അവരവർ കൊണ്ടുപോകും. അപ്പോൾ ഏതായാലും വാഗമൺ പോകുന്നവർക്കുള്ള ഒരു ഇടത്താവളം, ഇവിടെ വന്ന് ഭക്ഷണം കൊണ്ട് വന്നിരുന്ന് കഴിച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ്. മലങ്കര ഡാം എന്ന് പറഞ്ഞാൽ അധികം പ്രശസ്തമല്ല, എന്നാൽ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. നിറഞ്ഞു കിടക്കുന്ന ഡാം, കേരളത്തിലെ ഏക ഡാമാണ് വേനൽക്ക് നിറഞ്ഞു കിടക്കുന്ന ഡാമായി. ഏതായാലും ഈ ഒരു പ്ലേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടാതിരിക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല, വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. നിങ്ങളെങ്ങനെ അറിയാം? എന്തിനും വെച്ചോണ്ട് ഹൈ 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 ഹരിത ജയിൽ. മതി അവൻ ചേർത്തിക്കും. നിർത്ത്.
കേരളത്തിലെ സിനിമാ ഷൂട്ടിങ്ങിന്റെ കേന്ദ്രം ഇത് മിക്കവാറും ഇവിടെ എല്ലാ പടത്തിന്റെ ഷൂട്ടിംഗ് തുടക്കവും അവസാനവും ഇവിടെയാണ്. ഈ അടുത്ത ദിവസം ഇവിടെ 2 ദിവസത്തിന് ബുക്ക് ചെയ്ത്. അപ്പോൾ ഈ കാണുന്ന മലമുകളിലാണ് നമ്മൾ അടുത്ത് പോയത്. ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്നത് ആ കാണുന്ന മലയാണ്. കഴിഞ്ഞാൽ ഇതെല്ലാം കാണാം. അതെ, ആ മലയുടെ നെറുകയിൽ വണ്ടി കയറി പോകും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇനി അടുത്ത് പോകുന്നത്. ഏതായാലും ഉച്ചഭക്ഷണം നമ്മൾ 1 മണിയോട് അടുക്കുന്നു. ഇവിടെ വെച്ച് മലങ്കര ഡാമിൻ്റെ ഈ ഒരു കാച്ച്മെൻറ്റ് ഏരിയ ഇല്ലേ, ഇവിടെ നിന്ന് നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ അടുത്ത് ഇലവിഴ പൂഞ്ചിറയിലേക്ക് പോകുന്നത്. ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതിമനോഹരമായിട്ടുള്ള ഒരു വെറൈറ്റി ഡിസൈനിലാണ് ഇവിടെ ടോയ്ലറ്റും. നമ്മൾ കാണുന്ന ഒരു ടോയ്ലറ്റാണ്, പക്ഷെ അവിടെ നിന്ന് ആ എൻട്രൻസ് കയറി അകത്ത് കയറി വരുമ്പോൾ ഇടത് സൈഡിൽ ലേഡീസിനും ജെൻസിനും പ്രത്യേകം ടോയ്ലറ്റ്, അതും ഭയങ്കര വൃത്തിയാണ്. തിരിച്ചൊരു സർക്കിൾ പോലെയാണ്. അതിനകത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ ഒരു തിയേറ്റർ. ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല, എൻട്രൻസ് ആണ്. പക്ഷേ ആ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ആദ്യം കയറുമ്പോൾ അറിയാം കറക്റ്റ് ഒരു എന്താ പറയുക, ഏതാ കണ്ട മേളിലോട്ട് ഭയങ്കരമായിട്ടുള്ള തിയേറ്ററാണ്. ജലസേചന പദ്ധതി പൂർണ്ണ പ്രവർത്തനം സജ്ജമാക്കുന്നതിന്റെ ഉദ്ഘാടനം പിണറായി വിജയൻ നിർവഹിച്ചു. നമുക്ക് ഈ ഡാമിലേക്കുള്ള പ്രവേശന സമയം കൂടെ ചേട്ടനോട് തന്നെ ചോദിക്കാം. ഡാമിലേക്കുള്ള പ്രവേശന സമയം രാവിലെ 8 മുതൽ വൈകുന്നേരം 5:30 വരെയുള്ളൂ. പാർക്കിലേക്കുള്ള പ്രവേശന സമയം 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയുണ്ട്. 8 മണിയാകുമ്പോൾ പാർക്ക് അടയ്ക്കും. ടിക്കറ്റ് നിരക്കൊന്ന് പറയട്ടെ. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പാസ്സില്ല. 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 5 രൂപയാണ്. 12 വയസ്സിന് മുകളിലേക്ക് 20 രൂപ. 20 രൂപ കൊടുത്ത് കയറുന്ന ഒരാൾക്ക് ഡാമിൻ്റെ മുകളിൽ നടന്ന് കാണാം. ഡാം പൂർണ്ണമായും കണ്ടതിന് ശേഷം തിരിച്ചു വന്ന് പാർക്കിൽ കയറാം. ഇതിൻ്റെ നടപ്പാതയിലൂടെ 1.5 കിലോമീറ്റർ ദൂരത്തോളം ടൈലിട്ടേക്കണോടത്തോടെ നടക്കാം. ടോയ്ലറ്റ് സൗകര്യം ഉപയോഗിക്കാം, കുടിവെള്ളം ഉപയോഗിക്കാം. 4 ഫിൽറ്റർ വെച്ച് ശുദ്ധീകരിച്ച തണുത്ത വെള്ളവും തണുക്കാത്ത വെള്ളവും എല്ലാം ഇവിടെ കിട്ടും. വാഹനത്തിന് എൻട്രൻസ് ഉണ്ടോ? വാഹനത്തിന് ബൈക്കിന് 5 രൂപയും കാറുകൾക്ക് 10 രൂപയും മറ്റു വാഹനങ്ങൾക്ക് 50 രൂപയാണ് ചാർജ്. KSRTC ഉല്ലാസയാത്രയുടെ നിരവധി വണ്ടികൾ ഇവിടെ വന്ന് പോകുന്നുണ്ട്. ഒരു പ്രത്യേകതയുണ്ട്, നമ്മളിതിനകത്ത് പോകുമ്പോൾ എല്ലാ സൗകര്യവും ഉണ്ട്. അവിടെ ചെന്ന് ആ ഡാമിനുള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ്. അതിൽ വേറെ ആരും വിഷമോ ദേഷ്യമോ വിചാരിച്ചിട്ട് കാര്യമില്ല. സർക്കാരിൻ്റെ നിയമങ്ങൾ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ വരിക, മലങ്കര ഡാമിൻ്റെ ഭംഗി കണ്ട് ആസ്വദിക്കുക.